നമസ്കാരം. ശ്രീമാൻ രോമസമഹർഷിയാൽ താമിരബരണിയാറ്റിന്റെ കരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട നവകൈലാസ ക്ഷേത്രങ്ങളിൽ ബുധന്റെ സ്ഥലമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു അഴകിയ പൊന്നമ്മേ സമേത കൈലാസനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ തെൻതിരുപ്പേരെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ കൈലാസനാഥർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി അഴകിയ പൊന്നമ്മ എന്ന നാമത്തിലും കുടികൊള്ളുന്നു. നവകൈലാസ ക്ഷേത്രങ്ങളിൽ ഏഴാമത്തേതും ബുധൻ ഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ട സ്ഥലവുമാണ് ഇവിടം. കുംഭകോണം തഞ്ചാവൂർ റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട 9 ശിവക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. ഇവയിൽ ആദ്യ 3 മേലെ കൈലാസമെന്നും നടുവിലെ 3 നടുക്കൈലാസമെന്നും അവസാനത്തെ 3 ക്ഷേത്രങ്ങൾ കീഴേ കൈലാസമെന്നും അറിയപ്പെടുന്നു. ഈ 9 ക്ഷേത്രങ്ങളിലെയും മൂലവരുടെ പേര് കൈലാസനാഥർ എന്നായിരിക്കും. നവകൈലാസ ക്ഷേത്രങ്ങളുടെ ഉദ്ഭവത്തിന് കാരണമായ ഐതിഹ്യം ഇങ്ങനെ: ബ്രഹ്മാവിന്റെ പൗത്രനും അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനുമായ രോമസ മഹർഷി മോക്ഷപ്രാപ്തിക്കായി താമിരബരണിയാറിന്റെ കരയിൽ 9 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിച്ച് ഗുരുവിനോട് അതിനുള്ള സ്ഥലം തെരഞ്ഞെടുത്തു തരാൻ അഭ്യർത്ഥിച്ചു. അഗസ്ത്യ മഹർഷി ശിവപൂജ ചെയ്ത 9 താമരമലരുകൾ രോമസർക്ക് കൊടുത്ത് ആ പുഷ്പങ്ങൾ താമരബരണിയാറ്റിൽ ഇട്ട് അത് എവിടെയെല്ലാം കരക്കടിയുന്നുവോ അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ നിർദ്ദേശിച്ചു. രോമസ മഹർഷി അപ്രകാരം 9 താമരമലരുകളും താമരബരണിയാറ്റിൽ ഇട്ട് അത് കരക്കടിഞ്ഞ സ്ഥലങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് മോക്ഷപ്രാപ്തിയടഞ്ഞു. പിന്നീട് ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട 9 ശിവക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. ഇവ നവഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു. നവകൈലാസ സ്ഥലങ്ങളും അവയുടെ ഗ്രഹങ്ങളും ഇവയാണ്: പാപനാശം സൂര്യൻ, ചേരൻ മഹാദേവി ചന്ദ്രൻ, കോടക്കനല്ലൂർ ചൊവ്വ, കുന്നത്തൂർ രാഹു, മുറപ്പനാട് ഗുരു, തിരുവൈകുണ്ഠം ശനി, തെൻതിരുപ്പേരെ ബുധൻ, രാജപതി കേതു, സേന്തപ്പൂമംഗലം ശുക്രൻ. ചോഴനാട്ടിൽ തിരുച്ചിക്കടുത്ത് തിരുപ്പേരെ എന്നൊരു സ്ഥലമുണ്ട്. പേരെ എന്ന വാക്കിന് കോട്ട എന്നാണ് അർത്ഥം. അതേപോലെ പാണ്ഡ്യനാട്ടിലും തിരുപ്പേരെ എന്ന സ്ഥലമുള്ളതിനാൽ തെൻതിരുപ്പേരെ എന്ന സ്ഥലനാമം വന്നു. ഇവിടെ അടുത്തുള്ള മകര നെടുങ്കുഴക്കാദർ പെരുമാൾ കോവിൽ നവതിരുപ്പതികളിൽ ശുക്രൻ സ്ഥലം. അവിടെയുള്ള അംബികയുടെ നാമം തിരുപ്പേരെ നാച്ചിയാർ. ശ്രീദേവിയും ഭൂദേവിയും ഇവിടെ തപസ് ചെയ്ത കാരണത്തിനാലും ഈ പ്രദേശത്തിന് തെൻതിരുപ്പേരെ എന്ന സ്ഥലനാമം വന്നിരിക്കാമെന്നതാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ഇവിടെയുള്ള കൈലാസനാഥരെയും അടുത്തുള്ള പെരുമാളെയും ദർശിക്കുന്നതിലൂടെ ബുധനും ശുക്രനും ചേർന്നിരിക്കുന്ന ഗ്രാമം എന്നതിനാൽ കുടുംബത്തിൽ ഐശ്വര്യവും വിദ്യാകടാക്ഷവും ഉണ്ടാവുമെന്നതാണ് ഭക്തന്മാരുടെ വിശ്വാസം. വരുണൻ ഇവിടെ പൂജിച്ച കാരണത്തിനാൽ ഇവിടം വരുണക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 1500 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന കൈലാസനാഥർ കോവിലിന് തെക്ക് ദർശനമായാണ് പ്രവേശന കവാടം. മാരവർമ്മൻ സുന്ദരപാണ്ഡ്യന്റെ കാലത്തെ ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ബലിപീഠവും ധ്വജസ്തംഭവും നന്ദി ഭഗവാനെയും ദർശിച്ച് ക്ഷേത്രത്തിനകത്തെത്തിയാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഗർഭഗൃഹത്തിൽ ശ്രീപരമേശ്വരൻ പത്മപീഠത്തിൽ ശിവലിംഗ തിരുമേനിയായി കൈലാസനാഥർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാൻ ശിവൻ തന്നെ ബുധൻ ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ഇവിടെ പ്രത്യേകം ബുധസന്നിധിയില്ല. ജാതകത്തിൽ ബുധനാൽ ഏർപ്പെടുന്ന ദോഷം അനുഭവിക്കുന്നവർ ഇവിടെ മൂലവർക്ക് പച്ചവസ്ത്രം ചാർത്തി പച്ചപ്പയർ പായസവും ശർക്കര പൊങ്കലും നിവേദിച്ചാൽ ദോഷഫലങ്ങൾ കുറയുമെന്നതാണ് ഭക്തജനഭാഷ്യം. ഇവിടെയുള്ള നന്ദിക്ക് തലപ്പാവണിയിച്ച് അഭിഷേകം ചെയ്യുന്നതും വിശേഷ ഫലങ്ങൾ നൽകുമെന്നതാണ് വിശ്വാസം. ദേവി ശ്രീപാർവതി അഴകിയ പൊന്നമ്മ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി പുഞ്ചിരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളതുപോലെ ദേവി സന്നിധിക്ക് മുന്നിലെ മണ്ഡപത്തിൽ 2 കൊമ്പുള്ള ഒരു ഉണക്കത്തേങ്ങ കണ്ണാടിപ്പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തർക്ക് കാണാം. അതിന് പിന്നിലെ കഥ ഇതാണ്. ആംഗലേയ കളക്ടറായിരുന്ന ക്യാപ്റ്റൻ ദുരെ ഒരു നാൾ ഇവിടം സന്ദർശിച്ചപ്പോൾ ഇവിടത്തെ ചാവടിയിൽ താമസിച്ചു. ദാഹം തോന്നിയ അദ്ദേഹം തന്റെ സേവകരോട് ഇളനീർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കളക്ടറുടെ സേവകർ അവിടെ അടുത്തുള്ള തെങ്ങിൻ തോപ്പിലേക്ക് ചെന്ന് അതിന്റെ ഉടമയായ കർഷകനോട് കളക്ടർക്ക് ഇളനീർ വേണമെന്ന ആവശ്യം പറഞ്ഞു. ഈ തോപ്പിലുള്ള ഇളനീർ ഭഗവാൻ കൈലാസനാഥരുടെ അഭിഷേകത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനാൽ ഇളനീർ തരാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം സേവകരോട് പറഞ്ഞു. ഇതറിഞ്ഞ ക്യാപ്റ്റൻ ദുരെ കോപത്തോടെ തെങ്ങിൻ തോപ്പിലേക്ക് ചെന്ന് ഉടമസ്ഥനോട് ഈ തോപ്പിലുള്ള ഇളനീരിനെന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇളനീർ പറിച്ചു തരാൻ ആജ്ഞാപിച്ചു. ഭയന്നുപോയ കർഷകൻ തെങ്ങിൽ കയറി ഒരു ഇളനീർ പറിച്ച് താഴെയിട്ടു. എന്തൊരാശ്ചര്യം! ആ ഇളനീരിൽ 3 കൊമ്പ് മുളച്ചിരിക്കുന്നത് കണ്ട് കളക്ടർ ഭയന്നുപോയി. കളക്ടർ ഉടനെ കൈലാസനാഥർ കോവിലിലേക്ക് ചെന്ന് ഭഗവാനോട് മാപ്പ് പറഞ്ഞു. അതുമാത്രമല്ല, ദിനവും പൂജയ്ക്കായി 6.5 തുട്ട് എന്ന് നിർദ്ദേശിച്ച് 26 ചില്ലി പൈസ കാണിക്കയായി കൊടുത്തു എന്നാണ് പറയുന്നത്. കാലപ്പഴക്കത്തിൽ തേങ്ങയുടെ 3 കൊമ്പിൽ 1 കേടായിപ്പോയെങ്കിലും 2 കൊമ്പോടെ തേങ്ങ ഇന്നും ശ്രീകോവിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാലഭൈരവർ 6 കൈകളിൽ ആയുധമേന്തി ദർശനം തരുന്നു. ഭഗവാൻ വേദാംശമായി കരുതപ്പെടുന്നതിനാൽ നായ്വാഹനം കൂടെയില്ല.
പൗർണമിക്കും കൃഷ്ണപക്ഷ അഷ്ടമിക്കും ഈ സന്നിധിയിൽ വിശേഷ പൂജകൾ നടക്കുന്നു. ഇവിടെയുള്ള നവഗ്രഹ സന്നിധിയും പ്രത്യേകത അർഹിക്കുന്നതാണ്. സൂര്യഗ്രഹത്തിന്റെ വാഹനമാണ് കുതിര. എന്നാൽ ഇവിടെയുള്ള നവഗ്രഹ സന്നിധിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഗുരു, ശുക്രൻ എന്നീ 4 പേരും കുതിരവാഹനത്തിൽ ദർശനം തരുന്നു. ഗുരുവും ശുക്രനും 7 കുതിരകളെ പൂട്ടിയ വാഹനത്തിലും സൂര്യൻ 7ഉം ചന്ദ്രൻ 10ഉം കുതിരകളെ പൂട്ടിയ തേരിലുമാണ് നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി വല്ലഭ വിനായകർ, കന്നിമൂല ഗണപതി, ശക്തി വിനായകർ, സിദ്ധി വിനായകർ, ഭൈരവർ, നവഗ്രഹങ്ങൾ, രോമസ മഹർഷി, നടരാജർ, ശിവകാമി അമ്പാൾ, വള്ളിദേവിയാനി സമേത മുരുകൻ, ജ്വരദേവർ, ശനീശ്വരർ, നാഗർ, ചണ്ഡികേശ്വരർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം മഹാവില്വം. ക്ഷേത്രതീർത്ഥം താമിരഭരണി. കാമിക ആഗമ വിധിപ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മഹാശിവരാത്രി, അമാവാസി, പ്രദോഷം, പൗർണമി, തമിഴ് പുതുവർഷം, ആടിപ്പൂരം, ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക ദീപം, മാർഗഴി തിരുവാതിര, അഷ്ടമി പൂജ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന ദിവസങ്ങളായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 7 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തൂത്തുക്കുടിയിൽ നിന്ന് 36 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആഴ്വാർ തിരുനഗരി, ശ്രീവൈകുണ്ഠം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.